പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി സേലം ഹൈവേ ആയ NH 544ലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതാണ് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി ഓവർബ്രിഡ്ജിൻ്റെ താഴ്ന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർക്ക് നേരിട്ടെത്താം. നേരെ പോയാലും തൃശ്ശൂർ സിറ്റിയിലെത്താം. കുട്ടനല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലും മണ്ണുത്തിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലും തൃശ്ശൂർ സിറ്റിയിലേക്ക് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് അറിയപ്പെട്ടിരുന്നത് NH 47 എന്നായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ നാഷണൽ ഹൈവേകളുടെ നമ്പർ ചേഞ്ച് ആയപ്പോൾ NH 47 മാറി NH 544 ആയി മാറി. കൊച്ചി സേലം ഹൈവേയുടെ മൊത്തം ഡിസ്റ്റൻസ് എടുത്താൽ അത് 340 കിലോമീറ്ററാണ്. പിന്നെ കൊച്ചി മുതൽ സേലം വരെ എടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് പ്രധാനമായും കവർ ചെയ്യുന്ന സിറ്റികൾ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ് എന്നിവയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കുറേ ടൗണുകൾ കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. എടപ്പള്ളി, കളമശ്ശേരി, ആലുവ, അങ്കമാലി, ചാലക്കുടി, പുതുക്കാട്, പിന്നെ തൃശ്ശൂർ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള മണ്ണുത്തി, വടക്കഞ്ചേരി, ആലത്തൂർ, പിന്നെ പാലക്കാട്, ചന്ദ്രനഗർ കൂടിയിട്ട് വാളയാർ വഴി ഈ ഹൈവേ തമിഴ്നാട്ടിലേക്ക് കടക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്മെൻറ്റ് പരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹൈവേ കടന്നു പോകുന്നത് ബാംഗ്ലൂർ കൊച്ചി ഇൻഡസ്ട്രിയൽ കോറിഡോർ വഴിയാണ്. ഭാവിയിൽ ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ IT പാർക്കുകൾ, സർവീസ് സെക്ടറിലെ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ തന്നെ 1700 പരം ഏക്കറുകളിൽ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരാൻ പോവുകയാണ്. പിന്നെ കൊച്ചി സേലം ഹൈവേയിലോട്ട് തിരിച്ചു വരാം. ഈ ഒരു ഹൈവേയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഏരിയയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളാണ്. അതിനൊരു കാരണം ഈ ഒരു ഹൈവേയിൽ പല സ്ഥലത്തും ഇപ്പോഴും ട്രാഫിക് സിഗ്നലുകളുണ്ട് എന്നതാണ്. പിന്നെ പീക്ക് ടൈമിൽ അത്യാവശ്യം ബ്ലോക്ക് വരും. കാരണം ഇതിപ്പോഴും 4 വരി പാതയാണ് പല സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി തൊട്ട് വടക്കഞ്ചേരി വരെയൊക്കെ പല ഭാഗങ്ങളിലും 6 വരി പാത വന്നിട്ടുണ്ട്. പിന്നെ പാലങ്ങൾ പലതും 6 വരിയാണ്. എന്നിരുന്നാലും സിഗ്നൽ ഫ്രീ ആയാൽ തന്നെയാണ് ഈ ഹൈവേ കുറച്ചുകൂടി ഫാസ്റ്റായി മാറുകയുള്ളൂ. പിന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ എന്ന നിലയിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഇവിടുത്തെ ട്രാഫിക് ജാമൊക്കെ മാറ്റി, അതായത് സിഗ്നൽ ഫ്രീ ഒക്കെ ആക്കിയിട്ട് ഈ 4 വരി പാത എന്നുള്ളത് 6 വരി പാത, ഫുള്ളായിട്ടും 6 വരി പാതയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.